Hi guys, welcome to our YouTube channel Beyond the Focus. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം മൂന്നാറിലോട്ടാണ്. മൂന്നാറിന് പോകുന്ന വഴി പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് തേയിലത്തോട്ടമൊക്കെ കാണാൻ സാധിക്കും. നമ്മളങ്ങനെ മൂന്നാർ പോകുന്ന യാത്രയിലാണ്. നമ്മളിവിടെ റിവേഷ് ഫാമിലി ഉണ്ട്. ഇതേ ഒരാൾ ഇരിക്കുന്നത്. ഹായ് അക്ഷന്ത്. ഇതാണ് നമ്മുടെ ഇത് തേയിലച്ചെടി. ഇത് നല്ല തളുത്ത് ഇതിപ്പം വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, വിളവെടുക്കാൻ തളുത്ത് നിൽക്കുകയാണ്. ഒരു പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞിട്ട് 40 ദിവസം കൂടുമ്പോൾ ഇത് വിളവെടുക്കും. തേയില കണ്ടിട്ടില്ലാത്തവർക്കായി തേയില പരിചയപ്പെടുത്തുന്നു. തേയിലച്ചെടി ഇടുക്കിയിൽ ഇഷ്ടംപോലെ തേയിലയുണ്ട് കേട്ടോ. തേയില ഫാക്ടറികളും ഉണ്ട് ഇഷ്ടംപോലെ. ഇത് നമ്മൾ ഹാരിസൻ്റെ ടാറ്റയുടെ നിയന്ത്രണത്തിലുള്ള ഹാരിസൺ എസ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അതിൽ അവിടെ പോയി എടുക്കാം. അപ്പോൾ ഇത് തേയില മാത്രമല്ല, ഇടവിളയായിട്ട് ഇത് കുരുമുളക് കൃഷി നടപ്പുണ്ട്. വലിയ കുരുമുളക് ഇങ്ങനെ വലിയ മരത്തിലോട്ട് നല്ല പ്രായമുള്ള യൂക്കാലി മരങ്ങളാണ്. യൂക്കാലി അല്ല, കാറ്റാടി മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ അപ്പുറത്ത് ഏലകൃഷിയും കാണാൻ സാധിക്കും. അപ്പോൾ ഇഷ്ടംപോലെ തേയില മാത്രമല്ല, എല്ലാ കൃഷിയും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാറക്കെട്ടൊക്കെ കണ്ടപ്പോഴത്തേക്ക് പ്രവീഷ് സാറിന് പാറയുടെ മുകളിൽ ഫോട്ടോ എടുക്കണോ പറയാൻ പോവും. ഫോട്ടോ എടുക്കും. ഇപ്പോൾ ഇത് കണ്ടോ, 1 മീറ്റർ ഹൈറ്റേ ഉള്ളൂ തേയിലയ്ക്ക്. ഇതങ്ങനെ മലമുകളിൽ മൊത്തം ഉണ്ട്. ഇതാണ് നമ്മുടെ സസ്യപർവ്വതത്തിലുള്ള തോട്ടങ്ങളാണ് ഈ കാണുന്നത്. തേയിലയുടെ ദൂരത്തോളം ഇങ്ങനെ കിടക്കാതെ ആ മലയുടെ മുകളിൽ ഒക്കെ കാണാൻ. ഇവിടെ വയ്ക്കുമ്പോൾ പിന്നെ ഇവിടെ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ അവിടെ മരുന്നടിക്കുന്ന രംഗം നമുക്കത് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് ഈ ഒരു സൈഡിലുള്ള തേയില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളന്ത് ഇങ്ങനെ എടുത്ത് നിർത്തിയേക്കുന്നത്. അവിടെ ഇങ്ങനെ മൊത്തം വെള്ള കളറിൽ കാണാം. അതൊക്കെ എടുത്ത് നിർത്തിയേക്കുന്നത്, വെട്ടി നിർത്തിയേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ആനയിറങ്കൽ അണക്കെട്ട് ലാണ് എത്തിയിരിക്കുന്നത്. ഇത് ആനയിറങ്കൽ സ്ഥലമാണ്. അതായത് ശാന്തംപാറ പഞ്ചായത്തിലെ ചിന്നക്കനാൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ അണക്കെട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു റിസർവോയർ ആണ്. അതേപോലെ ഇത് വൈദ്യുതിക്ക് വേണ്ടി, ജലസേചനത്തിന് വേണ്ടി, രണ്ടിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന മലകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്ഥലത്ത്, ഈ ഡാമിന്റെ ഒരു സ്ഥലത്ത് ഇതുപോലെ തേയിലത്തോട്ടങ്ങളും, അങ്ങ് ദൂരെ നോക്കുവാണെങ്കിൽ ഫോറസ്റ്റ് ഏരിയയുമാണ്. എന്ന് വെച്ചാൽ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഫോറസ്റ്റ് ഏരിയ ആണ് കാണുന്നത്. ഇപ്പൊ ഈ തമിഴ്നാട്ടിന്റെ ഈ മുകളിൽ കാണുന്ന മലകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം ഈ റിസർവോയറിൽ ശേഖരിക്കുന്നുണ്ട്. അങ്ങ് കാണുന്ന ആ മലകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്നത്, അതൊക്കെ ഈ തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളാണ് ആ മലകളൊക്കെ. അപ്പം മൂന്നാർ കുമളി റോഡിലാണ്, അതായത് ഈ മൂന്നാർ കുമളി റോഡിൽ ഇഷ്ടംപോലെ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഈ ഹൈവേ, ഈ കാണുന്ന ഹൈവേ എന്ന് പറഞ്ഞാൽ മൂന്നാർ കുമളി നാഷണൽ ഹൈവേ ആണ്. മൂന്നാർ ഹൈവേ ദേശീയപാതയാണ്. അപ്പൊ ഇതിൽ ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള ഒട്ടനവധി ഇതുപോലെ എക്കോ ടൂറിസവും അല്ലാതെ ഒത്തിരി ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിറങ്ങി സമയം ചെലവഴിക്കാറുണ്ട്. അതേപോലെ ആ കാണുന്ന വഴി, അതുകൊണ്ട് ആ ക്രോസ് കാണുന്ന വഴിയിലൂടെ KSRTC സർവീസ് നടത്തുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതിനുള്ള എൻട്രൻസ് നമുക്ക് കാണാൻ കഴിയും. ഈ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതിനുള്ള എൻട്രൻസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് KSRTCയുടെ സൗകര്യം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. താഴെ ചെന്ന് ബോട്ടിങ്ങിലും പങ്കെടുക്കാം.
ഗെയ്സ്, അപ്പം നമ്മളിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അതാ ഒരു ടോൾ ബൂത്ത് കാണാം. ടോൾ ബൂത്തിൻ്റെ നിർമ്മാണം നല്ല തകൃതിയായി പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ ദേശീയപാതയിൽ വരുന്നവർ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ എന്തായാലും ഇവിടെ ടോൾ കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പക്ഷെ നല്ല റോഡാണ് കേട്ടോ. ഈ ഗ്യാപ്പ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി സൂപ്പർ റോഡായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ടോൾ കൊടുക്കുന്നതിലും വിരോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് യാത്ര തുടരാം. ഗൈസ്, എന്തായാലും നമ്മൾ മൂന്നാർ പട്ടണത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എരവികുളം നാഷണൽ പാർക്കിലോട്ടാണ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യസ്ഥാനം. അതിലോട്ട് ചെല്ലുന്നതിന് മുമ്പ് ചെറിയൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുടുംബശ്രീയുടെ ഹോട്ടൽ ഹോംലി ഫുഡ് അത് ബസ്സിൻ്റെ അകത്തുണ്ടാക്കിയത്. നമുക്ക് എന്തായാലും അവിടെ പോകാം. അത് കണ്ടപ്പോഴത്തേക്ക് കയറി ഒന്ന് കുടിക്കാൻ ഒരാഗ്രഹം തോന്നിയില്ലേ? അത് കാരണം നമുക്ക് കയറി ഒന്ന് എന്തെങ്കിലും ചായയും കടിയൊക്കെ. കാരണം 12 മണിയായി. ഇനി അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KTDCയുടെ ബസ്സിലാണ് നമുക്ക് അവിടെ കയറി പോകേണ്ടത്. അപ്പോൾ തിരിച്ചെപ്പോൾ ഇറങ്ങി വരാൻ പറ്റും എന്നൊന്നും അറിയില്ല. അതിനാൽ നമ്മൾ പിങ്ക് കഫേയിൽ കയറി 2 ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പയ്യെ പോകാം. ഇത് ഇവിടെ KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പിങ്ക് കഫേ. KSRTC ബസ് മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ചായക്കട നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും ബ്ലോഗ് എടുക്കാം, എന്നാലും നമുക്ക് എടുത്തേക്കാം അല്ലേ? ശരിക്കും ബസ് മോഡിഫൈ ചെയ്തതാണ്. തീർന്നു പോകും. സ്നാക്സ് കഴിക്കാൻ വേണ്ടി തോന്നാം. സ്നാക്സ് തീർന്നു ചിലപ്പോൾ കാണാൻ വരും. അപ്പോൾ ഗെയ്സ്, നമ്മൾ വന്നപ്പോഴത്തേക്ക് എന്തായാലും പിങ്ക് കഫേയുടെ കടികളൊന്നുമില്ല. കടിയൊക്കെ തീർന്നു പോയത് കാരണം നമ്മൾ തിരിച്ചു പോവുകയാണ്. എരവികുളം നാഷണൽ പാർക്കിലോട്ട് പോകുന്ന വഴിക്കുള്ള ട്രാഫിക് ജാമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ അങ്ങ് പുറകിൽ പോയി വണ്ടി ഇട്ടിട്ട് ഇവിടെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ജാമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സെറ്റാക്കി കുപ്പി കിട്ടിയ ജാമുണ്ട് കേട്ടോ, അതുപോലെ ഉണ്ട്. എരവികുളം നാഷണൽ പാർക്കിൽ വരുന്നവർക്ക് ഓൺലൈൻ ടിക്കറ്റ് നേരത്തെ അവൈലബിൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. ഇവിടുന്ന് ഓഫ്ലൈൻ ടിക്കറ്റ് എടുക്കണം. ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് എരവികുളം നാഷണൽ പാർക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ടിക്കറ്റാണ്. ഇതിൻ്റെ അകത്ത് യൂസർ അമ്യൂണിറ്റീസ്, വെഹിക്കിൾ പാർക്കിംഗ്, സഫാരി ബസ്, ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ, ബേബി കംഫർട്ട് സ്റ്റേഷൻ, ടോയ്ലറ്റ്, വിസിറ്റേഴ്സ് ലോഞ്ച്, ഇൻസ്പിറേഷൻ സെൻറ്റർ, താർ വാക്ക്, കോഫി ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, റിവേഴ്സ് ഓസ്മോസിസ്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി, മാർക്കറ്റ്, കൺസർവേറ്ററി, മെയിൻ്റനൻസ് ഫീ. ഇതിൻ്റെ അകത്ത് ഇതിന് വേണ്ടിയിട്ട് അഗ്രി ഫീസ് മേടിക്കുന്നത്. പിന്നെ 800 രൂപയായി. 4 പേർക്ക് 800 രൂപ. അപ്പോൾ പെർ ഹെഡ് 200 രൂപയായി. പിന്നെ ഇത്രയും ഫെസിലിറ്റിയൊക്കെ തരുന്നുണ്ട്. നമുക്ക് നോക്കാം, പോയി നോക്കാം. വരയാടിനെ കാണാൻ പറ്റുമല്ലോ, നോക്കാൻ പോയി. അങ്ങനെ നമ്മൾ വരയാടിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട്. കയറിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വണ്ടി തേയില എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആടിനെ കണ്ടില്ലെങ്കിൽ എന്ത് ആട്ടുംകാട്ടം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആട്ടുംകാട്ടം കാണാൻ സാധിക്കുന്നതാണ്. എപ്പോഴും രാവിലെ എങ്ങാണ്ട് ആട് വെള്ളം കുടിക്കാൻ വന്നപ്പോഴത്തേക്കും എങ്ങാണ്ട് ഇട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. എന്നാ ചെയ്യാനാ, ആടിനെ കാണുന്നില്ല കേട്ടോ. മോളിൽ പോയാൽ കാണാൻ പറ്റുമോ? ഒന്ന് കയറി നോക്കിയാലോ. നീലഗിരി താറിനെ കാണാൻ പോകുന്നു. പക്ഷേ താഴെ ഒരു താർ ജീപ്പ് കിടപ്പുണ്ട്. നീലഗിരി കുന്നും കണ്ട് എന്തായാലും കയറാൻ തന്നെ തീരുമാനിച്ചു.
നീലഗിരി താറിനെ കുറിച്ച് എഴുതി വെച്ചേക്കുന്നു. ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാവ് തടി ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ പോയി ഇത് അങ്ങനെ കയറണം. അമ്മാ എന്തിനാന്നറിയോ? ആടി ചാടാതല്ല, ഇതിന്റെ പാറയുടെ മണ്ടയ്ക്ക് ഓരോരുത്തന്മാര് കേറി ഓരോരുത്തന്മാര് കയ്യും കാലും പിടിക്കും താഴെ വീണ്. വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. അവിടെ ചെക്ക് ഡാം കെട്ടിയിട്ട് വരുന്ന വെള്ളം വേഗം. ഇതിങ്ങനെ അരുവി ഒഴുകി വരുന്നുണ്ട്. മിനറൽ വാട്ടർ ആയിരുന്നു, മിനറൽ വാട്ടർ. എല്ലാ മിനറലും ഈ സംഭവത്തിലുണ്ട്. അതേപോലെ 15 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ചൂട്. എന്നാലും വെള്ളത്തിന് തണുപ്പുണ്ട്, അതേപോലെ ഇവിടെ നല്ല കാറ്റിന് നല്ല തണുപ്പുണ്ട്. 15 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. 2643 അടി ഉയരത്തിലാണ് ഗൈസ്. നമ്മളപ്പോൾ ഇവിടുത്തെ ഗാർഡ്സിനോട് ചോദിച്ചു. അവർ പറയുന്നത് രാവിലെ ഇവിടെ ആടുണ്ടായിരുന്നു. അതുമല്ല, സാധാരണ ഈ സ്ഥലത്തൊക്കെ ആട് വന്ന് പുല്ലും തീറ്റയൊക്കെ തിന്നുന്ന. ഇത് കാണുന്നില്ല, രാവിലെ ആട് വന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു കയറി പോയെന്നാണ് പറയുന്നത്. അതുമല്ല, ഇതിൻ്റെ പ്രജനന ടൈമാണിപ്പം. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം മുകളിലൊരാടിനെ കാണാൻ കഴിയുന്നു കേട്ടോ നമുക്ക്. പക്ഷേ ക്യാമറയിൽ കിട്ടത്തില്ല. ഇങ്ങനെയാണ്. ഇത് ഒരാൾ എൻ്റെ തലമണ്ട കയറിയിട്ടുണ്ട്. നടന്ന് മടുത്തെന്നാണ് പറഞ്ഞത്. അത് കാരണം ഞാനിങ്ങ് കോളിലോട്ട് എടുത്തു. പ്രവേശനം ഇവിടം വരെയുള്ളൂ, ലാസ്റ്റ് ബൗണ്ടറി. സീനിയർ സിറ്റിസണിനും വികലാംഗർക്കും ഒക്കെ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇലക്ട്രിക് കാർ. ഇതിങ്ങനെ മുകളിലോട്ട് താഴോട്ടും ട്രിപ്പ് അടിക്കും. ഒരാൾക്ക് 500 രൂപയാണ് ഇതിൻ്റെ സർവീസ് ചാർജ്. 200 രൂപ പാസ് കൂടാതെ ഇതിൽ ഇലക്ട്രിക് കാറിൽ കയറി വരണമെങ്കിൽ 500 രൂപ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് കാറിൽ കയറി വരാം. ഗോയ്സ്, അങ്ങനെ നമ്മൾ ആടിനെ കണ്ടിരിക്കുകയാണ് ഗോയ്സ്. ഇടി കണ്ടില്ല നീ ഇതുവരെ? ആ പുല്ലില്ലാത്ത പാറ ഉണ്ടോ? ആ, അതിൻ്റെ അകത്ത് നോക്ക്, സൂക്ഷിച്ചു നോക്ക്. നിന്റെ കണ്ണാടി മാറ്റാറായി കേട്ടോ. ലൊക്കേഷൻ എന്താണ്? കാണത്തില്ല. അവിടെ വെള്ളമില്ലേ? അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ കയറി വരുക. ഇത് ആ കാണുന്ന മലയിൽ വരയാടുകളൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ നമുക്ക് ഈ ക്യാമറയിൽ കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ പോകാറായി, ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് മാട്ടുപ്പെട്ടി ഡാം.
അതെ കേസ്, നമ്മളുള്ളത് ഇപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിലാണ്. മാട്ടുപ്പെട്ടി എത്തിയിരിക്കുകയാണ്. ഡാം സൈറ്റ് സന്ദർശിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറം ഒരു എക്കോ പോയിൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് എന്താ പറയുക, സമയക്കുറവ് മൂലം അത് അടച്ചുപോയി. 5 മണി വരെയുള്ള എക്കോ പോയിൻ്റ്. ബോട്ട് ലാൻഡിങ്ങിലോട്ട് ടിക്കറ്റൊക്കെ എടുക്കണം. അടച്ചുപോയി. അങ്ങോട്ട് പോയത് ഇവിടെ ഇഷ്ടംപോലെ പഴക്കടകളൊക്കെ ഉണ്ട്. 6:30 സമയം, അതുകൊണ്ടാണ് വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. മട്ടുപ്പെട്ടി ഡാം. 237 മീറ്റർ ലെങ്ത് ഉണ്ട്. ടോപ്പിന് ഹൈറ്റ് 83 മീറ്റർ. 1953 പണിതാണ്. അവിടെ ബോട്ടിങ്ങുണ്ട്. ബോട്ടിങ് ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്. ഗീസ്, അങ്ങനെ ഈ കാണുന്ന മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന ആനമുടിയിലാണ്. ഇതിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി പള്ളിവാസലിൽ എത്തിച്ചിട്ടാണ് അവിടെ വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന മലനിരകളിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇവിടെ വന്ന് വീഴും. എല്ലാം വെള്ളം ഇവിടെ സംഭരിച്ച് നിർത്തിയിരിക്കുക. എന്നിട്ട് ഇവിടെ വലിയ പെൻസ്റ്റോക്ക് ഉണ്ട്. ഇവിടെ പെൻസ്റ്റോക്ക് കാണുമെന്ന് നോക്കാം നമുക്ക്. പെൻസ്റ്റോക്ക് ഇപ്പം കാണാം. പെൻസ്റ്റോക്ക് ജസ്റ്റ് മിനിറ്റ്. വണ്ടികളുടെ തിരക്കാണ്. സന്ധ്യ എല്ലാവരും റിട്ടേൺ പോകുന്ന സമയമാണ്. ഇവിടെ വന്ന് സൈറ്റ് സീയിങ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന സമയമാണ്. ഇത് സീവേജ് വാട്ടർ പോകുന്നുണ്ട്, പക്ഷേ പെൻസ്റ്റോക്കുകളൊന്നും കാണുന്നില്ല. ഇത് അണ്ടർഗ്രൗണ്ട് പെൻസ്റ്റോക്കാണ് കേട്ടോ. അതിലൂടെയാണ് പെൻസ്റ്റോക്ക് പോകുന്നത്. ആ കാണുന്ന 2 ഇതിനിടയിലൂടെയാണ് പെൻസ്റ്റോക്ക് പോകുന്നത്. ഇത് സീവേജ് വാട്ടറാണ്.